സമരം ചെയ്യുന്ന റേഷൻ വ്യാപാരികളുമായി സർക്കാരിന്റെ ചർച്ച ആരംഭിച്ചു. മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ടാണ് യോഗം. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് സർക്കാർ. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ വഴങ്ങില്ലെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ ഇന്നത്തെ യോഗത്തിന് ശേഷം? ദിവ്യ, ഈ സമരം അനുനയിപ്പിച്ച് ഈ സമരം അവസാനിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ രംഗത്ത് വന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ അവരൊരു അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും LDF കൺവീനറും അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ചില നിർദ്ദേശങ്ങൾ ഭക്ഷ്യവകുപ്പിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന് പ്രകാരം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ചയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഭക്ഷ്യമന്ത്രി ചില കാര്യങ്ങൾ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളോട് പറയും. അപ്പോൾ അക്കാര്യങ്ങൾ വ്യാപാരി സംഘടനാ നേതാക്കൾ അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. കാരണം അല്പസമയം മുമ്പ് LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കം വ്യാപാരി സംഘടനാ നേതാക്കളെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും അവരോട് ഈ സമരം അധിക നാൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, ഇത് പിൻവലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. നാളെ ഇപ്പോൾ വിവിധ റേഷൻ കടകൾക്ക് മുമ്പിൽ കോൺഗ്രസിൻ്റെയൊക്കെ വലിയ പ്രതിഷേധമൊക്കെ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ സമരം അവസാനിപ്പിച്ച് സർക്കാരിന് മുഖം രക്ഷിക്കേണ്ടതായുണ്ട്. അപ്പോൾ ഈ വ്യാപാരി സംഘടനാ നേതാക്കൾ, അപ്പോൾ ജോണി നെല്ലൂര്, T മുഹമ്മദ് അലി, MLA G സ്റ്റീഫൻ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളും അതുപോലെ വ്യാപാരി സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഓൺലൈൻ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷ്യമന്ത്രി അവർക്ക് മുമ്പാകെ പറയുന്നത് ധനസ്ഥിതി മെച്ചപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെയുള്ള ഒരു വർധനവ് ശമ്പള പരിഷ്കരണത്തിൽ വരുത്താം, കൃത്യസമയത്ത് തന്നെ വേതനം നൽകുന്നതിനകത്തൊരു തീരുമാനമെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇവർ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി ഇപ്പോൾ യോഗത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട പശ്ചാത്തലത്തിൽ കേരളത്തിലെ അന്നം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തീരുമാനം ഒരുപക്ഷെ വ്യാപാരികൾ കൂടി എടുത്തേക്കാം. അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ച സമരം അല്ലെങ്കിൽ അങ്ങനെ ഒരു പണിമുടക്ക് ഇന്നത്തോടും കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വ്യാപാരികൾ എത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് ഒരു മണിക്കൂറിനകം ഇത് സംബന്ധിച്ച് നമുക്കൊരു തീരുമാനം കൃത്യമായിട്ടുള്ള വിവരം നൽകാൻ കഴിയുകയും ചെയ്യും. എന്തായാലും സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ വ്യാപാരികൾ ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇവർക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും ചില കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ വാക്കാലുള്ള ചില ഉറപ്പുകൾ ലഭിച്ചു എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലും ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ഭക്ഷ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വ്യാപാരികൾ അംഗീകരിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് ഇന്നുകൊണ്ട് തന്നെ അവസാനിപ്പിച്ച് നാളെ മുതൽ അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി തന്നെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും നിലവിൽ ഒരു സമവായത്തിന്റെ സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത്. മറ്റ് ഒരു വിവാദങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ല. കാരണം കടുത്ത നിലപാട് ഭക്ഷ്യവകുപ്പ് സ്വീകരിച്ചെങ്കിലും വ്യാപാരികളോട് വഴങ്ങുന്ന ഒരു സമീപനം കൂടി ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. എന്തായാലും സമരം അവസാനിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.